അങ്ങനെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എപ്പോഴും ഉള്ളത് ചക്കുപ്പിക്ക് ഒരു ഉമ്മതറി താണ്ട് വരുന്നുണ്ട്. ചക്കുപ്പി ചക്കുപ്പി ഇന്ന് വലിയ മൂടൊന്നുമില്ല, എൻ്റെ കിണിക്കിണിങ് വരുന്നുണ്ട്, എന്തോ ഓണമുണ്ട്. അമ്മയും മോനും കൂടെ രാവിലെ അടിയാന്ന് തോന്നുന്നു. വാ ഉമ്മ 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 ശരി ചക്കരയമ്മ ക്യാമറ തിരിച്ചോണ്ട് പറഞ്ഞു കുടിച്ചോണെന്ന് പറ. ആ ചക്കുപ്പി തന്നെ ആ അടി അടി അടി. ഇനി മണ്ടയ്ക്ക് എന്നിട്ട് 5-6 ഹൈഫൈ ഉള്ളത് അടിക്കാൻ. നീ ആദ്യം ഇങ്ങോട്ട് അടിച്ചേ. 1 2 3 മതി. അയ്യോ പോണം നോക്ക് നടക്കണം. അപ്പൊ ടാറ്റാ ബൈ ബൈ ടാറ്റാ ടാറ്റാ. അവൻ പിന്നെയും വരുന്നു മോനെ, ഇവനെ കൊണ്ട് തോറ്റ്. ടാറ്റാ ബൈ മോളെ. ചോദിക്കുക അയ്യോ അതാ ഞാൻ കൊഞ്ചല്ല, അതാണ് കൊഞ്ച കൊഞ്ച. ആ അമ്മോസും ചക്കപ്പിന്നാണ് മേളിൽ പോണ്ട്. ഞാൻ എന്നാ അങ്ങോട്ട് പോണ് കൈ. ടാറ്റാ ടാറ്റാ. രാവിലെ ഇവിടുത്തെ റേഷൻ കടയിലെ തിരക്ക് കാണിച്ചു തരാമേ. എൻ്റെ പൊന്നോ എന്തോ ഇത്, നമ്മുടെ നാട്ടിൽ ബിവറേജ് കഴിക്കും ഇങ്ങനെ ക്യൂ ഇവിടുത്തെ ക്യൂ ഉണ്ടൊക്കെ. ഇവിടെ തിരക്കാന്ന് നോക്കി. ഇവിടെ ഗ്രീവുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ തുടങ്ങി. നമ്മുടെ ഇവിടെയുള്ള ശനീശ്വര അമ്പലം. അത് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗണപതി അമ്പലമാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ പോവാൻ. ഈ ഒരു കെട്ടിട പണിക്ക് ട്രെയിനകത്ത് മറ്റേ സിമെന്റ് കരിക്കുന്നുണ്ട് മണ്ടയ്ക്ക് കോൺക്രീറ്റ്. ഇതിനാദ്യമായിട്ട് അതാണെന്ന് ഇത്രയും പൊക്കത്തി കെട്ടിയിട്ട്. അയ്യോ അതിങ്ങോട്ട് തരുന്ന വഴി ഇപ്പം കുറച്ചായി, പക്ഷെ അവിടെ കാണിക്കാൻ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള വഴി ആയതുകൊണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ ട്രാഫിക്കിലോട്ട് കിടക്കാൻ പോവാം. അതൊക്കെ നോക്കി ഇറങ്ങിയല്ലേ ചിലപ്പോൾ ഇവൻ മാറ്റം ഒന്ന് ഇടയിൽ കയറ്റി വരും. മുമ്പേ ഒരു അപ്പച്ചനാണെ ഫുള്ള് റോഡ് നിറച്ച് രീതിയിൽ ഇങ്ങനെ കുറേ പോച്ചയും കൊണ്ട് ലൂണെ പോയായിരുന്നു. പക്ഷെ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഞാൻ ഓർത്തില്ല ക്യാമറ ഉള്ള കാര്യം. എന്നും ഇതും കൊണ്ട് ഇറങ്ങുവാണെങ്കിൽ രസമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം. ഒയ്യോ ഇതൊന്നും ഇരിക്കുന്നത് ആ കാറിനേക്കാളും പൊക്കമുണ്ട്. ഇവിടുത്തെ കാളയ്ക്കൊക്കെ ഭയങ്കര സൈസാണ്. ഇവിടെ നിന്ന് പിന്നെ ആ ഒരു അറ്റം വരെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ഈ സൈഡുണ്ട് രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം. പൂരി, പാനിപ്പൂരി, പിന്നെന്താ ഉപ്പുമാവ്, ഇഡ്ഡലി, ദോശ, കരിക്ക്, അങ്ങനെയുള്ള എല്ലാ സാധനവും ഈ ഏരിയയിൽ. അമ്പലത്തിലൊക്കെ ഉള്ള പൂക്കൾ കിട്ടും. റോഡിൻ്റെ നടുക്കൊരു തെങ്ങ് വെച്ചിട്ട് പക്ഷെ ആരും വെച്ചില്ല. ഒരപ്പറ്റൻ ജിമ്മിയും കൊണ്ട് അയ്യോ രാവിലെ ബ്ലോക്കാണോ ദൈവമേ, രാവിലെ ബ്ലോക്കായോ പണിപാളി. ഇല്ല, സാധാരണ ഇവിടൊക്കെ വരുമ്പോൾ എന്നും ബ്ലോക്ക് ഉള്ളതാണ്. ഇതാണ് ഇവിടെ വേസ്റ്റ് എടുക്കാൻ പറ്റുന്ന വണ്ടി. ഇതിനകത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇത് ഡ്രൈ വേസ്റ്റ് എടുക്കുന്നതാണ്. പിന്നെ മറ്റേ ഫുഡിൻ്റെ വേസ്റ്റ് എടുക്കാൻ വേറൊരു വണ്ടി വരും. അത് ഇങ്ങനെ വിസിലടിച്ചിട്ടേ അമ്മമാർ വരത്തുള്ളൂ. നമ്മുടെ അവിടെ എനിക്ക് 9-9 ആകുമ്പോഴത്തേക്കാണ് വരുന്നത്. ഞങ്ങളുടെ ഇവിടെ പിന്നെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റിക്ക് 100 രൂപ മാസം കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളി എല്ലാ ദിവസവും അല്ല ഓരോ ദിവസം ഇടവിട്ട് വന്നിട്ട് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഞാൻ ഇന്നാളെ വീഡിയോ എടുത്തപ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര പൂക്കളൊക്കെ ആയിരുന്നു.
എന്നാലും എൻ്റെ കൂടെയൊക്കെ വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര പൂക്കളൊക്കെ ആയിരുന്നു, കാരണം നല്ല രസമായിരുന്നു. പക്ഷെ ആ വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഈ അപ്പോൾ ഈ വീഡിയോക്കകത്തെ സൂമിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓണായി കിടക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഫുള്ള് സൂമായിട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ കൈയും ഈ വണ്ടിയുടെ മാപ്പ് മാത്രമാണ്. ഞാനിപ്പോൾ മാപ്പിട്ട് വെച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് ടൈം അറിയാൻ വേണ്ടിയിട്ട്, ആ വഴി അറിയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ടൈം നോക്കിയിട്ട് നമുക്കിവിടെ ഏത് വഴി കൂടെ പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ടൈം ഉണ്ടെങ്കിൽ നല്ല വഴി കൂടെ പോകും, ടൈം ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഏതൊരു ഒടുക്ക് വഴി കൂടെ കയറി പോകും. ചിലപ്പോൾ കുന്നും കൂടിയൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ്. നേരത്തെ ഈ സൈഡൊക്കെ 2 വേ ആയിരുന്നു, സൈഡ് 1 വേ ആയിരിക്കാം. എന്നിട്ട് ആ 2 സൈഡിലും പോലീസ് നിൽക്കും. ഇവിടെ എല്ലാം ഇത്രയാണ് നല്ല തണുപ്പ് കേട്ടോ. ഭയങ്കര വെയിലാണേലും ഈ ഒരു ഏരിയ വരുമ്പോൾ നല്ലൊരു കൂളായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ കുറേ പണ്ടാര ഹമ്പ് മാത്രമല്ല, ഈ ഹമ്പ് കഴിഞ്ഞിട്ട് ഇവന്മാർ റോഡ് കുഴിച്ചിട്ട് നേരെ പൈപ്പ് ലൈൻ്റെ ഒരു കണക്ഷൻ എടുക്കും. അതാണ് ഭയങ്കര കൂടിയായിരിക്കും. അത് പിന്നെ അടയ്ക്കത്തില്ല. അത് പിന്നെ ഇങ്ങനെ കാലാകാലം കിടക്കും. അടുത്ത ടാറിങ് വരും. അടുത്ത ടാറിങ് വരുമ്പോഴത്തേക്ക് അടുത്ത വീട് വെക്കും. അപ്പോഴത്തേക്ക് വീണ്ടും അത് പൊളിക്കും. 2 കമ്പുള്ളൂ, പക്ഷെ ഇപ്പം 4 ചാടിക്കഴിഞ്ഞു. ബാക്കി എല്ലാം ഇതുപോലെ പൈപ്പിനുണ്ടൊരു കുഴിച്ച് വരാം. നല്ല റോഡായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. എൻ്റെ ഇവിടെ എല്ലാം കുത്തിപ്പൊള്ളിട്ട് കുളമാണ്. ഒരു ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ കുഴിക്കുന്നേട്ടാ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സിഗ്നൽ കിട്ടാൻ പോയി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സിഗ്നലായി. ഇവിടെയാണ് എനിക്ക് ആദ്യം ട്രാഫിക് കിട്ടുന്നത്. പിന്നെ അത് കഴിയുമ്പം ഇങ്ങനെ ഒരു 10, 12, 13 ട്രാഫിക്കുകളും ഉണ്ട് കേട്ടോ. ഞാൻ പോകുന്ന വഴിയിൽ ഇതാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ട്രാഫിക്കാണ്. അഞ്ചാറ് ട്രാഫിക്. അയ്യോ ഭയങ്കര പൊടി. എനിക്കാണേ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്നും കേൾക്കാനും പറ്റത്തില്ല. ഞാൻ കിട്ടും. അയ്യോ സിഗ്നൽ എടുക്കും. ഈ സിഗ്നലിൻ്റെ പേര് ഡോളർ കോളനി സർക്കിളോ അങ്ങനെ എന്തൊക്കെയാണ്. അല്ല ഇവിടുത്തെ സ്കൂട്ടറിലൊക്കെ എല്ലൊട്ടിച്ച് വെച്ചേക്കും. നമുക്ക് ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂട്ടറിൽ ഇവിടെ എല്ലൊട്ടിച്ച് വെക്കും. നാട്ടിൽ പക്ഷേ അങ്ങനെ നമ്മൾ സ്കൂട്ടറിൽ അങ്ങനെ എല്ലടിക്കാൻ കണ്ടിട്ടില്ല. കാറേ മാത്രമേ എല്ലടിക്കാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ പക്ഷേ സ്കൂട്ടറിലും എല്ലടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിഗ്നൽ ഓണായിക്കോ. അപ്പം നമുക്ക് രാവിലെ അങ്ങോട്ട് ഫസ്റ്റ് കറക്റ്റ് തുടങ്ങാം. രാവിലെ നല്ല രസമുണ്ട്. ട്രാഫിക്കിനകത്ത് ഇങ്ങനെ കുട്ടി പോകാനായിട്ട് അങ്ങനെ വലിയ ബോറടിയൊന്നുമില്ല. ആദ്യമൊക്കെ എല്ലാവരും നിങ്ങൾക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. ഞാനിപ്പോൾ ഒരു പോകുന്നിട്ട് 2 മാസമായി. ഇനിയും ബോറടിക്കാൻ അറിയത്തില്ല. പക്ഷേ ഈ ട്രാഫിക് ഉള്ളപ്പോൾ ഇങ്ങനെ കുട്ടിക്കെട്ടി ഇടകൂടെ പോകാൻ നല്ല രസം. ഗിയറുള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ബോറടിക്കായിരിക്കും. അപ്പോൾ സ്കൂട്ടർ ആയതുകൊണ്ട് അവനിങ്ങനെ പെട്ടെന്നോട്ടൊന്ന് കയറി അങ്ങ് പോവാം. ഗിയറൊന്നും മാറ്റേണ്ടത് ആണ്ട് ഒരു പോകാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നോക്കിയില്ലെങ്കിൽ പോലും അവിടെ പെടലൊക്കെ ഓപ്പോസിറ്റ് വരും. ആ മരത്തിൻ്റെ പൂവുണ്ടോ പൊളി. നേരത്തെ ഇതിനും കിട്ടുമായിരുന്നു ഇതൊക്കെ. അന്നേരം ഒരു വീഡിയോ എടുത്തതായിരുന്നു. അതൊരു ചിരിപ്പ് ഇല്ലാതെ അത് പമ്പം പേടിയായിപ്പോയി. വലിയ വ്യൂ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഇരുന്ന് കാണാറുണ്ട്. പച്ചക്കറി വീണ്ടും സിഗ്നൽ അടിച്ചു പോയി. നിൽക്കുവാണ്. അങ്ങനെ രണ്ടാമത്തെ സിഗ്നൽ
ഇനി ഇത് കഴിഞ്ഞ് 3, 4, 5, 6, 7, 8, 12 ഇപ്പം സിഗ്നൽ അവിടെ കിടക്കട്ടെ. അപ്പം അടുത്ത് ഇനി 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 1 മിനിറ്റ് ഇല്ല, 1.5 മിനിറ്റോളം ഉണ്ട് കേട്ടോ. 1.5 മിനിറ്റ് മേളിലുണ്ട് സിഗ്നൽ. അപ്പം ഞാനവിടെ 9 ആകുമ്പോഴേ ചെല്ലത്തുള്ളൂ. അവിടെ 9 അല്ല, 9:45, 9:56 ഞാൻ അവിടെ ചെല്ലത്തുള്ളൂ. ഞങ്ങളുടെ ഓഫീസിൽ സിഗ്നൽ നേരത്തെ വന്നിട്ട് ഓട്ടോക്കാരന് മാറ്റത്തില്ല, കാറും മാറ്റിയില്ല. ഒരു ഓട്ടോക്കാരൻ നടക്കുന്നത് ഇങ്ങനെ വർത്താനം കൊണ്ട് അങ്ങനെ പോകാൻ തോന്നുന്നു കേട്ടോ. എല്ലാവരോടും ഹോൺ അടിച്ച് അങ്ങനെ അവിടുന്ന് പേടിപ്പിച്ച് റോഡ് അങ്ങനെ കയറ്റി റോഡിൽ കിടക്കുന്ന പോവുണ്ടോ അടി. ഇതാണ് നമ്മുടെ മെയിൻ ഒരു സിഗ്നൽ ഉള്ളത്. ഇതാണ് അപ്പം നമ്മുടെ മടിവാളയിലോട്ട് സ്ഥലം. മടിവാള എന്ന് വെച്ചാൽ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ മലയാളീസും പിന്നെ മലയാളി ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. നമ്മളിടയ്ക്ക് കൊട്ടാരത്തിൽ കൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതല്ലേ ഇവിടെയാണ്. ഇതിന് കുറച്ച് മുന്നോട്ട് കയറിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ആ വഴി പോകുന്നില്ല. പക്ഷെ ആ വഴി ഞാൻ നേരത്തെ അതിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ അത് വൺ വേ ആക്കിയായിരുന്നു. അവിടെ ആ വൺ വേയുടെ മൂലയ്ക്ക് പാത്തൊരു പോലീസുകാരൻ നിൽക്കുന്നത്. എപ്പോൾ പോയാലും അങ്ങനെ ഫോട്ടോ എടുക്കും. എൻ്റെ 2 എണ്ണം എടുത്തിട്ടുണ്ട് ഫോട്ടോ. പക്ഷേ ഇതുവരെ പെറ്റിയൊന്നും വന്നിട്ടില്ല. ആദ്യത്തൊക്കെ എനിക്കറിയത്തില്ല. 2ാമത്തെ പുള്ളി അവിടെ കണ്ടില്ല. ഞാനവിടെ കയറി ചെന്നപ്പോഴാണ് മുന്നേറ്റം. അപ്പോൾ നമ്മൾ ഇതിൽ നേരെ വെച്ച് അലക്കി പോവാണ്. ഫുള്ള് ഈ ട്രാഫിക്കാണ് മൊത്തം. കാരണം റോഡിൻ്റെ അടുത്ത് പശു വരുന്നുണ്ട്. ഇവരാണ് മിക്കവാറും ഇവിടെ ട്രാഫിക് ഉണ്ടാകും. അവിടാണ് ഒരു കമ്പ് പോലെ എന്ന് വന്നാലും ചാടും. അറിയാത്തവരൊക്കെ ആണെങ്കിൽ സ്പീഡ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ പൊങ്ങിപ്പോയി ചോദിച്ചാൽ ഇവിടെ സൈഡിൽ കത്തുന്നുണ്ട്. എവിടുന്ന് ആഗ്രഹം മുന്നോട്ടാണ്. ഈ ഒത്തിരി നേരമുള്ളൊരു ട്രാഫിക് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇനി അങ്ങനെ ട്രാഫിക് അതാണ് ഭയങ്കര ട്രാഫിക്. അതാണെങ്കിൽ എനിക്ക് ഒരു 5 മിനിറ്റോളം വണ്ടി കിട്ടും. കാരണം അതാണ് മെയിൻ ഒരു പോയിന്റ്. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 സിഗ്നൽ ചെറുതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് മെയിൻ ഇറങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 അതെല്ലാം ചെറുത് പെട്ടെന്ന് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഫീസിലോട്ട് തിരിയാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അടുത്ത വലിയൊരു ട്രാഫിക്. അതൊരു മെയിൻ ഒരു പോയിന്റാണ്. ഇവിടുത്തെ വണ്ടിയുടെ കളറുണ്ടോ, പിങ്ക്, ബ്ലൂ, ഇതെല്ലാം KSRTC കേട്ടോ. അതെ, ഗവൺമെൻറ്റിൻ്റെ ബസ്സാട്ടോ. ഞാൻ ഇവിടുത്തെ മെട്രോയുടെ സ്റ്റേഷൻ പുള്ളിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, മെട്രോ സ്റ്റേഷൻ പറഞ്ഞുകൊണ്ടിരുന്നല്ല, ഉള്ളതാണ് കേട്ടോ. സോറി, ഇത് കാണുന്ന ആരും മംസറി പറയരുത്. കുട്ടിക്കറ്റാൻ പറ്റൂല. ആ കൊച്ചാട്ടൻ അവിടെ കൂട്ടി ഞാനാണ് വെയിലത്തിയായിപ്പോയി. ഞാൻ വെയിലത്തായിപ്പോയല്ലോ ഗായി. ഭയങ്കര ചൂട്. മര്യാദയ്ക്ക് ആ തണകത്തിയൊക്കെ ഞാനാ ഇടയിൽ കൂടെ കുട്ടിക്കറ്റാൻ പോകാതെ.
അങ്ങനെ നമ്മുടെ സിഗ്നൽ ഓപ്പണായി. എൻ്റെ അമ്മോ തിരക്കാന്ന് നോക്കി. ഒരു 3 സൈഡിൽ നിന്ന് കയറി വരുന്ന ബൈക്കാണ്. കൂടെ അതൊക്കെ സിസ്റ്റം അടിക്കുന്ന ഇമാരി കിടക്കുന്നതാണ്. ഈ പില്ലറിലൊക്കെ പടം വരയ്ക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇവിടെയുള്ള മിക്കവാറുള്ള പില്ലറെല്ലാം നല്ല പെയിൻറ്റിങ്ങാണ്. ഇത് മാത്രം കണ്ടെടുക്കാം. ഇതിപ്പോൾ വെള്ള പെയിൻ്റ് അടിക്കുവാണോ ഇതിന് വൈറ്റ് അടിച്ചിട്ട് ഇനി വേറെ എല്ലാം വരയ്ക്കാനാണോ അറിയില്ല. ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും ചെയ്യുന്നുണ്ട് പില്ലറെ പെയിൻ്റ് അടിക്കുന്നത്. അതിൻ്റെ രണ്ട് സാധനം വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് അപ്പുറം അടിക്കുവാണെങ്കിൽ മിക്കവാറും എം ജി റോഡിൻ്റെ അവിടെയുള്ള ഏതെങ്കിലും പില്ലറ് ഒരു 10 പില്ലറുടെ ആ പടം വരും. അത് വരുവാണെങ്കിൽ ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ ഞങ്ങളൊരു ഇവൻറ്റ് കാണാൻ പോകുന്നുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ അതിനകത്ത് വീഡിയോ എടുക്കാം കേട്ടോ. ഓ മൈ ഗോഡ്. ഓ ഭാഗ്യമായിട്ട് വരും. സിഗ്നൽ വീണ് കഴിച്ചു. ഇല്ലാതെ ഇപ്പോൾ ഞാൻ ഇവിടെ ബ്ലോക്കായി നിൽക്ക്. ഓ പടാടെ പറ്റി. പോ സിഗ്നൽ അടിച്ചു കഴിച്ചു. ഞാൻ ഓറഞ്ചടിച്ചു, റെഡ് അടിച്ചു. ദൈവാദിന് ഞാൻ ഈ ബസ് ഫ്രണ്ടിലുള്ളവർക്ക് രക്ഷപ്പെട്ടിക്ക് പോകും. ഇല്ലാതെ അതിനും കിട്ടി. ഞാൻ തെറ്റി ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഫൈന. ഈ സൈഡിൽ കൂടെ വരുമ്പോൾ സൂക്ഷിക്കണം. ഈ സൈഡിൽ കുറേ പാട്ട പുതിയ ആരോടെ പാട്ട് കളിക്കാം. മെയിൻ റോഡാന്ന് പറഞ്ഞാലും മൊത്തം കൊണ്ടുപോയി ഒന്ന് പറയാൻ കിട്ടണം. ഇവിടെ റോഡിലൊക്കെ തേച്ച് വരുന്നുണ്ടോ? ആ മുമ്പ് കണ്ടില്ല കുഞ്ഞു ഓട്ടോ ഇത്. ആ ഓട്ടോ എല്ലാം കൊണ്ട് ഒരു പോയിന്റ് വരും. ആ പോയിന്റിന് ലാസ്റ്റ് പിന്നെ വലിയ ലോറിയിൽ വെച്ചിട്ട് എവിടെയും കണ്ടടിക്കാൻ കൊണ്ടോട്ടെ. ഞാനിങ്ങോട്ട് വരുന്ന വഴി ഒരു ഏരിയ ഉണ്ട്, ഫുള്ള് വേസ്റ്റ് കൊണ്ടിട്ടേ. വൈകിട്ട് ഞാൻ അതിലേ പോവാണെങ്കിൽ കാണിക്കാം. പെട്ടെന്നുണ്ടെങ്കിൽ ക്യാമറ വെച്ചേക്കുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്നവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ചിലർ നോക്കാതെ വണ്ടി കൊണ്ടുവരുന്നത്. അമ്മേ കട്ടടിക്കുമ്പോഴത്തേക്ക് ഇവിടെ പക്ഷെ ടാർ ചെയ്യുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. പെട്ടെന്ന് ടപ്പേന്ന് തരുകയും അത് നൈസായിട്ടായിരിക്കും ടാർ ചെയ്യുന്നത്. 2 കനഞ്ഞിമാര് കുത്തിപ്പൊളിക്കും. കുറേ വണ്ടി ഇറങ്ങാത്ത ഒന്ന് 4 വണ്ടി ഇങ്ങനെ നടക്കും. ഒന്ന് എടുത്തോണ്ട് പോകത്താണോ? അങ്ങനെ വർക്ക്ഷോപ്പൊന്നും പക്ഷെ കണ്ട് ശരിക്കും മടിപാടാം. ബസ് ഇറങ്ങുന്നതൊക്കെ മെയിൻ റൂട്ടിലാട്ടോ. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന ചേരത്തോട്ട് കിടക്കുന്ന വഴി പോയാൽ ഇഷ്ടംപോലെ മലയാളീസിൻ്റെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ കിടന്ന തിയേറ്ററാണ്. ഇന്നവിടെ പടം ഉണ്ടെന്ന് അറിയിച്ചില്ല. നമ്മുടെ തുടരും ഇറങ്ങുന്നല്ലേ. ഇത് നമ്മുടെ നാട്ടിലുള്ള മാർക്കറ്റ്. ഇവിടെ കാണുമ്പോൾ നമ്മുടെ കോഴഞ്ചേരി ചന്തയൊക്കെ വരുന്നത്. എത്ര നാളായി കണ്ടിട്ടൊക്കെ. ഞങ്ങൾ ഉടനെ പോകുന്നതായിരിക്കും കഴിച്ച നാട്ടിലേക്ക്. ഭയങ്കര മിസ്സിങ്. പോയിട്ട് വല്യമ്മേനെ കാണണം. ഒരാഴ്ച അവിടെ നിൽക്കണം. അപ്പോഴത്തേക്ക് എനിക്ക് ഒരാഴ്ച ലീവ് എടുക്കണം. ഒരാഴ്ച ലീവ് എടുക്കണമെങ്കിൽ ഒരു 3 മാസത്തോളം എനിക്ക് ലീവ് എടുക്കാതിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റ് എനിക്ക് എല്ലാ മാസവും 2 ലീവ് വെച്ചുണ്ട്. അപ്പോൾ ആ ലീവ് നമുക്കൊരു 6 ദിവസം ആക്കണമെങ്കിൽ 3 മാസം ലീവ് എടുക്കാതിരുന്നാൽ 4ാമത്തെ മാസം ആ 6 ലീവ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഏത് ശനി ഞായറോട് ആക്കിയാൽ സെറ്റായി. പിന്നെ ഇതാണ് നമ്മുടെ ഹനുമാൻ. ഞാനൊരു ഫോട്ടോ ഇട്ടുണ്ട് കേട്ടോ.
ഹനുമാന ശ്രീരാമനും കണ്ട. അങ്ങനെ പൂക്കടകളൊക്കെ രാവിലെ തുറന്നു. രാവിലെ എന്ന് വെച്ചാൽ ഇപ്പോൾ 9 മണിയായി തോന്നുന്നു. ഇല്ല ഗായ്സ്, 9:30 ആയി. അയ്യോ, ഞാൻ എപ്പോൾ വിളിച്ചോ. ഇതാണ് ഗായ്സ് ഇവിടുത്തെ മടിവാള. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും നിങ്ങൾ വന്നിട്ട് വണ്ടി ഇറങ്ങുന്നത്. നാട്ടിൽ മുൻകളിച്ച് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ അവിടെ നിൽക്കില്ലേ. രാവിലെ ഓരോരുത്തർ ജോലിക്ക് പോകുന്നവരുടെയൊക്കെ മുഖം കണ്ടോ. ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ജോലിക്ക് പോകാൻ. നമുക്ക് പോയി പ്രാർത്ഥിക്കാം. ഇതാണ് ഇവിടുത്തെ നമ്മുടെ അയ്യപ്പൻ അമ്പലം, മടിവാള അയ്യപ്പനൊക്കെ. അയ്യോ, അച്ചാട്ടൻ നടുക്ക് വന്ന് പെട്ടുപോയോ ചാലേട്ടാ. അതുകൊണ്ട് എന്താണ് ഇവിടുത്തെ ഞാൻ വരുന്ന വഴിക്കത് മൂന്നാമത്തെ വലിയ ട്രാഫിക്. ഇത് പക്ഷേ ഇവിടെ റോഡ് ബ്ലോക്കല്ലേ, റോഡ് പണിയാണ് കേട്ടോ. അത് നല്ല ഇത്രയും ബ്ലോക്ക്. ഇത് കണ്ട് 3 വഴി കയറി വരുന്ന വഴി വണ്ടികളായി കേട്ടോ. എന്നിട്ടൊരു കുഞ്ഞു റോഡിൽ വരും. എന്നിട്ട് കയറിട്ടുണ്ട് സ്ഥലം. ബസ്സിലെങ്ങും പറ്റിയ ആളുമില്ല. എല്ലാവരും നൽകിയപ്പോൾ ചുമ്മാ വലിയ പൊട്ടന്മാർ ബസ്സിൻ്റെ ചാർജ് കൊടുക്കുന്നു കേട്ടോ. നല്ലൊരു അലോയി എന്താ. ഇവിടെ ഈ ബൈക്കിൽ വരുന്നവർ ചിലർ ഓഫീസിൽ പോകുന്നവർ മാത്രമല്ല കേട്ടോ. ബൈക്ക് ടാക്സി എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവിടെ. ഓഫീസിൽ പോകാൻ വേണമെങ്കിൽ നമുക്ക് ഓട്ടോ ഒന്നും വിളിക്കണ്ട. ജസ്റ്റ് ബൈക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓട്ടോയ്ക്ക് 100 രൂപയ്ക്ക് പോകുന്നിടത്ത് നമുക്ക് ബൈക്കിൽ ഒരു 30 രൂപ 40 രൂപയ്ക്ക് നമുക്ക് കിട്ടുക. എന്തൊരു തിരക്കാണപ്പാ. പുറകെ ഇരിക്കുന്ന ആൾ ഈ ചട്ടി ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് മൊത്തം ബൈക്ക് ടാക്സി ആയിരിക്കും മിക്കവാറും ഉള്ളതായിരുന്നു. സാമാന്യ ബോധമുള്ളവരൊന്നും ചിലപ്പം ആ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകത്തില്ല. കാരണം അത് വെച്ചുകൊണ്ട് പോകുന്നവരെയും തെറ്റിയിരിക്കും. ഒരു 5 മിനിറ്റൂടെ കൂടുതൽ നമ്മൾ വൈകിട്ട് താമസം എത്ര ഉണ്ടെന്നോ അത്രയും വൈകുന്നേരം വന്നിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റാകും. ഒന്നും നോക്കാനൊക്കെ ഈ പറമ്പിൻ്റെ പറ്റുന്നത്. ഇനി നമ്മൾ റോഡ് ഫ്രീ ആയിട്ട് വരുന്ന റോഡുണ്ടെങ്കിൽ നമ്മൾ ഇനി പറന്ന് പോയേ പറ്റത്തുള്ളൂ. ഇത്രയൊക്കെ കാണത്തുള്ളൂ ഫ്രീ ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് മൊത്തം ഇനിയും ഞാൻ ഇപ്പോൾ അടുത്ത ബ്ലോക്ക് കണ്ടോണം. അടുത്ത ബ്ലോക്കാണ് ഇത്. കുത്തിക്കയറ്റി ഒരുപാട് വരും. ഈ ഒരു വഴി കൂടി കയറി പോകും. നൈസായിട്ട് ഹോക്കിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതേ പിള്ളേർ ഹോക്കി സ്റ്റിച്ചിങ് കൊണ്ടൊക്കെ പോകുമ്പോൾ ഇത് വലിയ സ്കൂളായിരുന്നു കേട്ടോ. ഞാൻ വരുമ്പോൾ മിക്കവാറും ഇവിടെ ഭയങ്കര കുറവായിരുന്നു പിള്ളേരെ പരീക്ഷ സമയത്ത്.
എന്ത് ഹിന്ദിയാണ് നല്ലെടുത്ത് റോഡ് കിട്ടോ. ഇതാണ് ഇവിടുത്തെ വലിയൊരു പാർക്ക്. BBMP പാർക്കാണ്, ഒരു വലിയ പാർക്കാണ്. ഞാൻ വന്നിട്ടില്ല, പക്ഷെ കാണാൻ നല്ല രസമാണ്. ചക്കുപ്പിയാൻ കൊണ്ടൊരു ഇവിടെ കാണാൻ തന്നെ കളിക്കാം. അത് വിശാലമായിട്ട് അങ്ങനെ ഫുള്ള് കാണാൻ പറ്റുമോ. രീതിയാണോ ആദ്യം വരുന്നതാകത്തില്ല. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ കണ്ണൂരെ വീഡിയോസൊക്കെ കണ്ട് കാണുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്ന് പറയണം കേട്ടോ. ഇതുകൊണ്ടൊരു പൊറാറ് കാണുന്നുണ്ട്. ഒരു സീറോ ആ വണ്ടി എന്ന് വന്നാലും അവിടെ കളഞ്ഞു കേട്ടോ. നല്ല രസമാണ്. പണ്ടൊക്കെ നേരത്തെ രണ്ട് വലിയ മുട്ട ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഊരി മാറ്റിയത്. പിന്നെ ഇവിടെ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു മോഡിഫൈഡ്, അതും കാണാൻ. ഇവിടെ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം കയറിക്കാൻ. കാരണം ഇവിടെ നിന്ന് തന്നെ അതില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടി വരും. ഇവിടെ നിന്ന് നേരെ കൊണ്ട് ദൂരെ കാണുന്ന അടുത്തൊരു ട്രാഫിക്കാണ്. പിന്നെ ആ ഒരു ട്രാഫിക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് വമ്പനൊരു സ്ഥലത്തൂടെ. ഫുള്ള് കുണ്ടുപൂജ മാത്രം, കുണ്ടുപൂജ ഭയങ്കര ട്രാഫിക്ക് മാത്രം. അതാണ് റോഡിൽ ചേച്ചി പോയിട്ട് ഒരു പുള്ളിക്കാരി ആ കാർ ഓടിച്ചാണ് പോയത്. ആ റോഡ് മൊത്തം ബ്ലോക്ക് ആക്കി അവിടെ ബസ്. എൻ്റെ ലക്ക് കിച്ചൺ ഓപ്പണായി. ഇല്ലാതെ ഞാൻ ഇവിടെ സ്റ്റക്കായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പണായി കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാം. ചേച്ചി രണ്ടിവിടെ മറ്റേ ഫോട്ടോ എടുക്കണമുണ്ടോ? ഇവർ ഫോണിനകത്തൊക്കെ ഫോട്ടോ എടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫോണിനകത്തൊക്കെ ഫോട്ടോ. പക്ഷെ അവിടെ ഫോണിലൊരു ക്യാമറയുണ്ട്, അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അതെന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോ കേട്ടോ. ഈ ജീവിതത്തിൽ ആരെങ്കിലും കാണുമെന്നാലും എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം ഇതിലോ നല്ല രസം ട്രാഫിക് കാണാൻ. ഞാൻ ആ പോകുന്ന വഴി ഇന്ന് കുന്തളിപ്പാണ്ടാവുക. എന്തോരം ബൈക്കാ പോന്നേ. ഇന്ന് അവിടെ ഫുള്ള് ബ്ലോക്കാണ്. അതുകൊണ്ട് തുടങ്ങി മക്കളെ, തുടങ്ങി. അവിടെ ഇടുപ്പ് വഴി തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇടുപ്പ് ബ്ലോക്കാവും. അയ്യോ ഇന്ന് പോക്കില്ല. സാധാരണ ഞാനിവിടെ ഒരു മുഖ്യ ബ്ലോക്കായിരിക്കും. ഇവിടെ വണ്ടി കയറി പോക്കില്ലായിരിക്കും. ഇവിടെ ഫുള്ള് കാറ് ഓട്ടാൻ കിടക്കും. ഇവിടെ മുന്നോട്ട് നമുക്ക് അനങ്ങാൻ പറ്റില്ല. ഇതാണോ വേണം. ഇതിനും കഷ്ടമാണ് മറ്റേ റോഡ് കേട്ടോ. ഇവിടെ ഇച്ചിരി വീതിയുണ്ട്. ഇവിടെ രണ്ട് വണ്ടിക്ക് കഷ്ടിച്ച് പോകുന്ന വഴിയൊക്കെ ഉണ്ട്. പക്ഷെ മറ്റേ വഴിയെന്ന് വെച്ചാൽ ഒരു 1.5 വണ്ടിക്ക് പോകണം. ഒരു കാറും ഒരു സ്കൂട്ടറും അത്രയും ഗ്യാപ്പ് വരും. ചേട്ടായി ഇന്ന് ഇവിടെ ട്രാഫിക് ഇല്ല. പക്ഷേ ഞാൻ നിങ്ങൾ ഇവിടെ ട്രാഫിക് കാണാൻ ഇഷ്ടപ്പെട്ടാകാം. ഇവിടെ ആയിരുന്നു മെയിനായിട്ടുള്ള സ്ഥലം. അതെന്തായാലും അങ്ങ് മിസ്സായിപ്പോയല്ലേ. വളരെ കഷ്ടമായി. അത് ഞാനിനി ലേറ്റ് ആയതുകൊണ്ടാണല്ലോ. ലേറ്റ് ആയപ്പോഴത്തേക്ക് എല്ലാവരും ഓഫീസിൽ പോയി കാണും. ഇനി ഇതൊരു ട്രാഫിക്കാണ്. ഇതാണ് മെയിൻ. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഇനിയും ട്രാഫിക്കൊന്നുമില്ല. നേരെ അല്ല ഇനി ഇത് ചേർന്നുണ്ട് ഇടയ്ക്ക്. അത് പിന്നെ കട്ടയിൽ നിന്നാണ്. അതിൻ്റെ കാറ് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടു.
അങ്ങനെ ഇന്ന വഴിയെ പോകാമെന്നല്ലോ കേട്ടോ. അതിലെ ഇതിലെ ഇതിലാണെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ ബ്ലോക്ക് ആവും. പിന്നെ പോലീസുകാരെ മുഖത്തറിയും. എവിടത്തെ ആയാലും എല്ലാവരും അവിടെ ഇതിലേക്ക് പോയി. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയല്ലോ. ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കിടക്കും. ഇതൊരു ഗോൾഫിന്റെ കോർട്ട് കേട്ടോ. അങ്ങനത്തെ ഇതൊരു അങ്ങോട്ട് ഗോൾഫിന്റെ കോർട്ടാണ്. അതാണ് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇത് ട്രാൻസ്പോർട്ട് നമ്മുടെ ലാസ്റ്റ് ട്രാഫിക്കാണ് ഇവിടെ. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ ട്രാഫിക് ഒന്നും ഇല്ല. ഇപ്പം മാറും. ഒത്തിരി സമയമൊന്നുമില്ല. ഇപ്പം ടപ്പേന്ന് മാറും. ആണുങ്ങൾ പോകുന്ന എത്തിയില്ലോട്ടെ. പെണ്ണുങ്ങൾ പോകുന്ന നൂറേ പോകാം. അപ്പം വീണ്ടും ട്രാഫിക്കായേ പോക്കാണോ. ഇതിലിടയ്ക്കിടയ്ക്ക് വണ്ടി ഇടിക്കുന്ന സ്ഥലമാണ്. കാരണം ഈ അങ്ങേ സൈഡിനെ കഴിക്കാനായിട്ട് ഓർക്കുമ്പോൾ ഒരു ചാടി ഇപ്പുറത്ത് ഇറങ്ങും. കാരണം കഴിക്കാൻ വരുമെന്ന് നോക്കുന്നില്ലാതെ ഇപ്പുറത്ത് കയറി അങ്ങോട്ട് ഈ വീഡിയോ മൊത്തം ഇരുന്ന് എഡിറ്റ് ചെയ്യാനാണ് പാടം. ഇതിനകത്തൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാമോന്ന് എൻ്റെ ഒരു ഡൗട്ട്. കേട്ടില്ലെങ്കിൽ ഞാനിത് മൈക്ക് മേടിച്ചിട്ട് ഞാൻ വീണ്ടും ഇതേപോലെ അടുത്തൊരു വീഡിയോ എടുക്കണം. രാവിലെ ഇങ്ങനെ വർത്താനം പറഞ്ഞു പോകുന്ന നല്ല രസം കേട്ടോ. അപ്പം അങ്ങോട്ട് പോകാനാണ് ഇങ്ങോട്ട് വരുന്നത്. ചെറിയൊരു മഴക്കോളുണ്ട് രാവിലെ. പക്ഷേ രാവിലെ അമ്മ പറയുന്നത് മഴക്കോളല്ല, ഇവിടെ ഫുള്ള് പൊല്യൂഷനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ.